മലയാളത്തിൽ സമീപകാലത്ത് ഇത്രയും പ്രീ റിലീസ് ഹൈപ്പോടെ മറ്റൊരു ചിത്രം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. റിലീസിന് 6 ദിവസം മുമ്പേ തന്നെ ബുക്കിംഗ് തുടങ്ങുക, ഒരു മോഹൻലാൽ ചിത്രത്തിന് നൽകാവുന്നതിലും മേലെ പ്രൊമോഷൻ സാധ്യതകൾ കണ്ടെത്തുക, അതും വ്യത്യസ്തങ്ങളായ പ്രൊമോഷൻ രീതികൾ. ലിജോ ജോസ് എന്ന ക്രാഫ്റ്റ്മാൻ മോഹൻലാൽ എന്ന നടന വിസ്മയത്തെ എങ്ങനെ സ്ക്രീനിലെത്തിക്കുമെന്ന ആകാംക്ഷയാണ് ഈ ഹൈപ്പിൻ്റെ എല്ലാം കാരണം. ഒറ്റ പേര്, മലൈക്കോട്ട വാലിബൻ. മലയാള സിനിമാ പ്രേമികൾ മാത്രമല്ല, ഇന്ത്യൻ സിനിമയൊന്നാകെ ഉറ്റുനോക്കുന്ന ചിത്രമാണ് വാലിബൻ. ചിത്രത്തിൻ്റെ ഓരോ പോസ്റ്ററും ടീസറും ആരാധകർക്ക് കൗതുകവും ആവേശവുമാണ് പകരുന്നത്. ഓരോ സിനിമയിലൂടെയും പുതിയൊരു പ്രപഞ്ചം പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്ന ലിജോ ജോസ് എന്ന സംവിധായകനും മോഹൻലാൽ എന്ന നടന വിസ്മയവും ഒത്തുചേരുമ്പോൾ സിനിമയുടെ പുതിയൊരു ലോകമായിരിക്കും പ്രതീക്ഷിക്കാനാവുക എന്നാണ് പ്രേക്ഷക പ്രതീക്ഷ. ലിജോയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ചിത്രമെന്നതാണ് ചിത്രത്തിൻ്റെ USP. ചിത്രത്തിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് ഒരു പിടിയും നൽകാത്ത സംവിധായകൻ, ചിത്രീകരണം പോലും പുറത്തുവിടാതെയുള്ള മേക്കിംഗ്, ഇത് ഒരേ സമയം ആരാധകർക്ക് പ്രതീക്ഷയും ആശങ്കയും നൽകുന്നുണ്ട്. വലിയ ഹൈപ്പ് വിനയാകുമോ എന്നും ആരാധകരിൽ ഒരു വിഭാഗത്തിന് ഭയവുമുണ്ട്. ലിജോ അയാൾക്ക് വേണ്ടിയാണ് സിനിമ ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടെ പറയാറുമുണ്ട്. ഇതാണ് അതിന് കാരണം. എന്നാൽ വാലിബനെക്കുറിച്ച് റിലീസിന് മണിക്കൂറുകൾക്ക് മുമ്പ് കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മോഹൻലാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു: നമ്മുടെ സിനിമ ഇറങ്ങുകയാണ്, നല്ലതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം, നല്ലത് സംഭവിക്കട്ടെ, നല്ലത് പ്രതീക്ഷിക്കാം. ഇത് ഭയങ്കര ഒരു മാസ് സിനിമ എന്ന് കരുതി മാത്രം പോകരുത്. മാസ് സിനിമ ആയിക്കോട്ടെ, പക്ഷേ അതിനകത്ത് ഒരു ക്ലാസ് ഉണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു ക്ലാസ്, ഒരു മാജിക് ഉള്ള സിനിമയാണ് വാലിബൻ. അങ്ങനെയും കൂടി മനസ്സിൽ വിചാരിച്ചിട്ട് മാത്രമേ പോയി കാണൂ. ഇങ്ങനെയായിരുന്നു മോഹൻലാലിൻ്റെ വാക്കുകൾ. ഈ ജോണറിലുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് തൻ്റെ വിശ്വാസമെന്നും കാലങ്ങളും ദേശങ്ങളും ഇല്ലാത്തൊരു സിനിമയാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നു. ഒരു മുത്തശ്ശിക്കഥ പോലൊരു കഥയാണ് മലൈക്കോട്ട വാലിബൻ എന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. ബാലരമ, അമർ ചിത്രകഥ ഒക്കെ വായിച്ചതുപോലെ മുതിർന്നവർ മടിയിലിരുത്തി പറയുന്ന നാടോടി കഥയ്ക്ക് സമാനമാണെന്നാണ് പറയുന്നത്. ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ പ്രതീക്ഷിച്ചു വരുന്നവർക്ക് നിരാശരാകേണ്ടി വരില്ല. തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും വാലിബൻ തരുന്നത്. ഇത് ഇന്നുവരെ മലയാള സിനിമ തരാത്ത എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നാണ് ടിനു പാപ്പച്ചൻ പറയുന്നത്. ഒടിയനിലൂടെ മോഹൻലാൽ കേരള ബോക്സ് ഓഫീസിൽ കുറിച്ച മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ എന്ന റെക്കോർഡ് വാലിബനിലൂടെ തിരുത്തിക്കുറിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇതര ഭാഷാ സിനിമകൾ കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡിടുമ്പോൾ അതിനെ തിരുത്തിക്കുറിക്കാൻ വാലിബനാകുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷയും. റിലീസിന് 6 ദിവസം ശേഷിക്കെ പ്രീ റിലീസ് ബുക്കിംഗ് തുടങ്ങിയ ചിത്രമാണ് വാലിബൻ. അതിൻ്റെ ഗുണം ഓപ്പണിംഗ് കളക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. വിദേശ മാർക്കറ്റുകളിലും വൻ പ്രതീക്ഷയോടെയാണ് ചിത്രമെത്തുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് വാലിബൻ്റെ പ്രീസെയിൽ ബുക്കിംഗ് 3 കോടി കടക്കുമെന്നാണ് റിപ്പോർട്ട്. ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രീസെയിൽ ബുക്കിംഗ് ആയിരിക്കും ഇത്. നിലവിലെ കണക്കുകൾ പ്രകാരം റിലീസ് ദിവസം ചിത്രം 6 കോടിക്കടുത്ത് കളക്ട് ചെയ്യുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ മലയാളത്തിൽ തന്നെ മറ്റൊരു പണം വാരിപ്പണമാകാൻ വാലിബന് കഴിഞ്ഞേക്കും. അതിനിടെ ചിത്രത്തിൻ്റെ പോസ്റ്റർ ഇറങ്ങിയത് മുതൽ മറ്റൊരു ചർച്ചയും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. അക്കിര കുറുസോവയുടെ യോംജിംബോയിലെ ലുക്ക് തന്നെയാണ് മോഹൻലാലിന് വാലിബനിൽ. ഇത് നിർദ്ദേശിച്ചത് മോഹൻലാൽ തന്നെയാണെന്ന് ടിനു പാപ്പച്ചനും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ജാപ്പനീസ് അക്ഷരമാലയെ അനുകരിച്ചാണ് മലൈക്കോട്ട വാലിബൻ എന്ന് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ഒടിയനിൽ പാളിപ്പോയതാണ്, ഇനി ഒന്നുകൂടി താങ്ങാൻ ശേഷിയില്ലെന്നാണ് ട്രെയിലർ കണ്ട ചില ഫാൻസെങ്കിലും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാലിബനിൽ ചില ആരാധകർക്കെങ്കിലും അവശേഷിക്കുന്ന ചെറിയൊരു ആശങ്കയും. പക്ഷേ അപ്പുറത്തൊരു പേരുണ്ട്, അത് LJP എന്നാണ് എന്നത് ആ ആശങ്ക മുഴുവനും മായ്ച്ചു കളയുന്നുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു സംവിധായകനും മലയാള സിനിമയിൽ തൻ്റെ പേര് ഇങ്ങനെയൊരു പ്രതീക്ഷയുടെ ബ്രാൻഡാക്കിയിട്ടില്ല. അയാൾ നിരാശപ്പെടുത്തില്ല എന്ന ചെറുതല്ലാത്ത വിശ്വാസം തൻ്റെ സിനിമകൾ കൊണ്ട് മാത്രം മലയാളിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ആ സിനിമാക്കാരൻ. പരീക്ഷണങ്ങൾ, വിസ്മയിപ്പിച്ച ആമേനും ജല്ലിക്കെട്ടും ഈമയോവും ചുരുളിയും നെൻപകലും. അയാളുടെ ഫിലിമോഗ്രാഫി നോക്കൂ, മറ്റാർക്കുണ്ട് ഇതുപോലെ? കിട്ടുന്നത് താരമായാലും നടനായാലും അയാളുടേതായ സ്കൂൾ ഓഫ് ആക്ടിങ്ങിലേക്ക് മാറ്റുന്നതിൻ്റെ പുതുമയുണ്ട്. അയാളുടെ നായകനന്മാരെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അവിടെ അഭിനേതാവിനെ കാണില്ല, പക്ഷേ LJP സിഗ്നേച്ചർ എന്തായാലും കാണാം. അതുതന്നെയാണ് വാലിബനിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഒടിയന് ശേഷം ദൃശ്യം 2ഉം ലൂസിഫറും മാത്രമായിരുന്നു മോഹൻലാലിൽ നിന്ന് പ്രേക്ഷകർ ആവേശത്തോടെ കണ്ടത്. എലോണും മോൺസ്റ്ററും നെയ്യാറ്റിങ്കര ഗോപനും പ്രേക്ഷകനെ നോക്കി ഇളിച്ചു കാണിച്ചതിൻ്റെ 5 വർഷമാണ് കടന്നുപോയത്. എല്ലായ്പ്പോഴും രക്ഷകനായി അവതരിക്കാറുള്ള ജീത്തു എന്ന് നേര് നൽകി മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസ് വേട്ട പുനരാരംഭിച്ചു. പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ ഇവിടെ ഇനി തൂക്കാൻ ഒരു റെക്കോർഡും ബാക്കി വെക്കുന്ന ശീലം അയാൾക്കില്ല. കാരണം അയാളുടെ പേര് മോഹൻലാൽ എന്നാണ്. വാലിബൻ വരാർ, ഇനി കാണപ്പോവത് നിജം.